ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും മാജിക് മിക്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെല്ലിക്ക അച്ചാറാണ്. ആദ്യം തന്നെ നമ്മൾ ഇതിനായിട്ട് നെല്ലിക്ക എടുത്ത് വയ്ക്കണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി വെച്ചതായിരിക്കണം, അതായത് സ്റ്റീം ചെയ്തത്. നമ്മൾ എത്ര നെല്ലിക്ക എടുക്കുന്നു അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്കിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് 4 നെല്ലിക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എത്രയാണോ നമ്മൾ നെല്ലിക്ക എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി അതിനനുസരിച്ചായിരിക്കും വേവിക്കേണ്ട ടൈം കൂടുന്നതും കുറയുന്നതും. അതിനുശേഷം അത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ട് ഈ ഒരു കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് വെക്കുക. കുറച്ചൊന്ന് ആറി കഴിഞ്ഞിട്ടാണെങ്കിലും മതി. അതിനുശേഷം നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സ്പൈസസ്, അതായത് മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി, ഇതൊക്കെ എത്ര എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. മുളക് പൊടിയുടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂണാണ്. ഉപ്പ് വന്നിട്ട് 1/2 ടേബിൾ സ്പൂൺ. ഉപ്പ് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ആക്കി കഴിയുമ്പോഴത്തേനും തന്നെ ഉപ്പ് പിടിക്കില്ല, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഉപ്പ് പിടിക്കുക. അപ്പോൾ നമ്മളെല്ലാം കഴിയുമ്പോഴത്തേനും കുറച്ച് ഉപ്പ് കുറവ് പോലെ തോന്നിക്കഴിഞ്ഞാൽ കുറച്ചിട്ടിട്ട് ഇളക്കാവുന്നതാണ്. അടുത്തത് 1 ടീസ്പൂൺ കായവും വെന്തയും കൂടെ ചേർത്തരച്ചത് ഇടുക. ഇത്രയാണ് വേണ്ടത്. ഇനി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ലോ ഫ്ലെയിമിലായിട്ട് തീ കത്തിച്ച് വയ്ക്കുക. അതിനകത്തൊരു പാത്രം എടുക്കുക. എണ്ണ 2 സ്പൂൺ ഒഴിക്കണം. നമ്മൾ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. അതിനുശേഷം അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന ഈ മുളക് പൊടി, അത് കഴിഞ്ഞ് ഉപ്പ്, കായപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലൊരു 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക. നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അത്യാവശ്യം തിളച്ച് വരുമ്പോഴത്തേനും നമ്മളിവിടെ എന്ത് ചെയ്യുക, ഒരു വിനീഗർ ഉണ്ടാവുമല്ലോ, അത് ഈ കാണുന്ന പോലെ ഈ മൂടിക്കകത്ത് അളവുള്ള പോലത്തെ വിനീഗർ എടുത്തിട്ട് അതിലോട്ട് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും 1 മിനിറ്റ് അല്ലെങ്കിൽ 30 സെക്കൻഡ് തിളച്ചാലും മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള വേവിച്ച് പീസാക്കി വെച്ചിട്ടുള്ള നെല്ലിക്കൻ്റെ കഷ്ണങ്ങൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അതിനെ ഇളക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റിന് ഇതിനകത്തോട്ട് ഉപ്പ് പോവില്ല. അപ്പോൾ നമ്മളൊരു കുറച്ച് എക്സ്ട്രാ ഉപ്പ് നമ്മൾ അവസാനം അത് ഉണ്ടാവണം, എന്നാൽ മാത്രമാണ് റെസ്റ്റിംഗ് പീരീഡ് കഴിയുമ്പോഴത്തേനും ആ നെല്ലിക്കൻ്റെ അകത്തേക്ക് ഉപ്പ് പിടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള വെള്ളം വറ്റിക്കഴിഞ്ഞ് അത് ഓഫാക്കാവുന്നതാണ്. അതായത് നമ്മുടെ ഈ എണ്ണ മാത്രമാണ് അവസാനം ശേഷിക്കുന്നത്. ബാക്കിയുള്ള വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്ത് വെക്കാം. അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോയിലോട്ട് കാണാം. അതുവരേക്കും ബൈ.